وعليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. وعن ابن عمر رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من تشبه بقوم فهو منهم، أو كما قال عليه الصلاة والسلام: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന എല്ലാ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, കൃപ കൊണ്ട്, ഔദാര്യം കൊണ്ട് പൂർണ്ണമായി പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാം മരണം വരേക്കും നല്ല ഓർമ്മശക്തി, കാഴ്ചശക്തി, കേൾവിശക്തി എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാനിന്റെ 33-ാമത്തെ ആയത്താണ് പാരായണം ചെയ്തത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉത്കൃഷ്ടമാക്കിയ ചില മഹാന്മാരെ സംബന്ധിച്ച് എടുത്തു പറയുകയാണ്. ഈ ലോകത്ത് വെച്ച് അല്ലാഹു ഉത്കൃഷ്ടരാക്കിയ ചില മഹോന്നത വ്യക്തിത്വങ്ങൾ, അതിലധികവും പ്രവാചകന്മാരാണ്. എന്നാൽ ഈ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. പ്രവാചകന്മാരെ ഉത്കൃഷ്ടനാക്കി എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയുടെ പേരും കുടുംബവും അല്ലാഹു ഈ ആയത്തിൽ എടുത്തു പറയുകയാണ്. അതിന്റെ ആശയത്തിലേക്ക് വരുമ്പോ, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഇസ്തഫ, അവൻ തെരഞ്ഞെടുത്തു, മുഴുവൻ ലോകത്തിൽ നിന്നും അവൻ ഉത്കൃഷ്ടരാക്കി, മഹോന്നത വ്യക്തിത്വങ്ങളാക്കി. അതിലാദ്യം പറയുന്ന പ്രവാചകൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമുക്കറിയാം ആദം നബി പ്രവാചകനാണ്. നൂഹൻ, രണ്ടാമത് പറയുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നൂഹ് നബിയും പ്രവാചകനാണ്. വആല ഇബ്രാഹിമ, മൂന്നാമത് പറയുന്നത് ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ സംബന്ധിച്ചാണ്. ഇബ്രാഹിം നബിയും പ്രവാചകനാണ്. ഒരുപാട് പ്രവാചകന്മാരാൽ സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബമാണ് ഇബ്രാഹിം നബിയുടേത്. ഇബ്രാഹിം നബിയുടെ ഒരു മകൻ ഇസ്മായിൽ പ്രവാചകനാണ് അലൈഹിസ്സലാത്തു വസ്സലാം. മറ്റൊരു മകൻ ഇസ്ഹാഖ് പ്രവാചകനാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് പ്രവാചകനാണ്. യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് പ്രവാചകനാണ് അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന്മാരാൽ സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബമാണ് ഇബ്രാഹിം നബിയുടേതു. എന്നാൽ ഈ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹു എണ്ണി പറഞ്ഞതിന്റെ കൂട്ടത്തിൽ
പ്രവാചകനല്ലാത്ത ഒരു വ്യക്തിയുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു. ആരാണ് അദ്ദേഹം? വആല ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബമാണെന്ന് അല്ലാഹു ഈ ആയത്തിൽ പറയുകയാണ്. ഇമ്രാൻ ആരാണ്? ഇമ്രാൻ, ഇമ്രാനിന്റെ കുടുംബം. വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ, അതിനുശേഷം സൂറത്തുൽ ബഖറ, അത് കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് നമുക്കറിയാം സൂറത്തു ആലി ഇമ്രാൻ. ആലി ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാനിന്റെ കുടുംബം. ആരാണ് ഇമ്രാൻ? ഇമ്രാനിന്റെ കുടുംബം ആരാണ്? ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. ഈസ ഇബ്നു മറിയം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രവാചകനാണ് സമൂഹ മധ്യേ. കാരണം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ദൂതനാണ്, പടച്ചവന്റെ ദാസനാണ്. നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവമായും ദൈവപുത്രനായും അംഗീകരിച്ച് അതിൽ വിശ്വാസം ഉറപ്പിച്ച് എല്ലാ ഡിസംബർ മാസം സമാഗതമാകുമ്പോൾ, തുറന്നു പറഞ്ഞാൽ ക്രിസ്തുമസും മറ്റുമൊക്കെ ആഘോഷിക്കുന്ന അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഇതര സമൂഹം ബന്ധപ്പെടുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് ചില ബാധ്യതകളുണ്ട്. വിശ്വാസികൾ എന്നോണം ഈസാ നബിയുമായിട്ട് ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം 1,00,000-ൽ പരം അംബിയാ മുർസലീങ്ങളിൽ നാം മഹോന്നത വ്യക്തിത്വമായി കാണുന്ന ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറിയമിന്റെ പുത്രൻ ഈസ. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കൃത്യമായി പഠിക്കലും പഠിപ്പിക്കലും നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു പ്രവർത്തനത്തിലും ഒരു വിശ്വാസ കാര്യങ്ങളിലും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അവസാന വിഷയത്തിലേക്ക് വരാം. അല്ലാഹു അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ആരാണ് ഇമ്രാൻ? ഇമ്രാനും ഇമ്രാനിന്റെ ഭാര്യ ഹന്ന ബീവിയും വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാൻ അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. ഇമ്രാനിന്റെ ഭാര്യ ഹന്ന ബീവി ഗർഭിണിയാണ്. ഹന്ന ബീവി ഗർഭിണിയാണ്. രണ്ടുപേർക്കും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു. ഹന്ന ബീവിയുടെയും ഇമ്രാനിന്റെയും മനസ്സിന്റെ ആഗ്രഹം, അവരുടെ ഉള്ളിരിപ്പ് ആൺകുഞ്ഞാകണമെന്നാണ്, ആൺകുഞ്ഞായിരിക്കണം. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മഖ്ദസിന്റെ ഫലസ്തീനിന്റെ പരിസര പ്രദേശത്ത് ബത്ലഹേമിലും മറ്റും താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇമ്രാൻ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ എന്നല്ല, ഇമ്രാനിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കിയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൂറത്ത് ആലി ഇമ്രാനാണ്. ഇത്രത്തോളം വിശേഷം അള്ളാഹു ആലി ഇമ്രാനിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും ചില ബാധ്യതകളും കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഇമ്രാനിന്റെ ഭാര്യ ഹന്ന ബീവി ഗർഭിണിയാണ്. അവർ ഗർഭിണിയായിരിക്കെ ഒരു നിയത്ത് ചെയ്യുകയാണ്, ഒരു നേർച്ച നേരുകയാണ്. എന്താണ് നേർച്ച എന്നറിയാമോ? എന്റെ വയറ്റിൽ വളരുന്ന കുട്ടി പ്രസവാനന്തരം, പ്രസവത്തിന് ശേഷം ഇന്ന് ജൂത സയനിസ്റ്റുകൾ നശിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഖ്ദസ്, രണ്ടാമത്തെ ഖിബില, ആദ്യത്തെ ഖിബില, അതിനുശേഷം കഅബ ശരീഫയിലേക്ക് ഖിബില മാറി. ആ ബൈത്തുൽ മഖ്ദസിന്റെ സേവനത്തിലേക്ക് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു എന്ന് ഇമ്രാനിന്റെ ഭാര്യ ഹന്ന ബീവി നിയത്ത് ചെയ്തു. അവരുടെ ഉദ്ദേശം വയറ്റിൽ വളരുന്നത് ആൺകുഞ്ഞാണെന്നാണ്. അവര് പ്രസവിച്ചു. അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നു, ഫലമ്മാ വദഅതഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വദഅതു വലൈസ അദ്ദകറു കൽ ഉൻസാ. ഇമ്രാനിന്റെ ഭാര്യ ഹന്ന ബീവി പ്രസവിച്ചു, പക്ഷേ ജനിച്ചത് ആൺകുഞ്ഞല്ല, അള്ളാഹു കൊടുത്തത് പെൺകുഞ്ഞാണ്. പെൺകുഞ്ഞാണ്.
ഹന്നാ ബീവി പറഞ്ഞു, പടച്ചവനെ, ഞാൻ നേർന്നത് ആൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ടാ. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഈ സമ്പ്രദായമുണ്ട്. ജനിക്കുന്ന കുട്ടികളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മസ്ജിദിലേക്ക് നേർച്ച നേടുന്ന പരിപാടി അന്നുണ്ട്. ആൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നേർന്നത്, ജനിച്ചത് പെൺകുഞ്ഞാണല്ലോ അള്ളാഹ്. എന്നാൽ അള്ളാഹു പറയുകയാ, വല്ലാഹു അഅലമു ബിമാ വദഅത്. ഹന്നയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് ഏതാണെന്നും ഹന്ന പ്രസവിച്ചത് ഏത് കുഞ്ഞിനെയാണെന്നും കൃത്യമായിട്ട് ഹന്നയേക്കാൾ കൂടുതൽ, ഇമ്രാനേക്കാൾ കൂടുതൽ അറിയുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന് ഇതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഹന്നാ ബീവിക്ക് ഒരു പെൺകുഞ്ഞിനെ കൊടുക്കുന്നതിന്റെ പിന്നിൽ പടച്ചവന് വിവിധ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും നെയ്യത്ത് തെറ്റിക്കാൻ പറ്റൂല, നേർച്ച തെറ്റിക്കാൻ പറ്റൂല. ഹന്നാ ബീവി ആ കുട്ടിക്ക് പേരിടുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഈ പേരിടാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് മാത്രമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. വേറെ ഒറ്റ സഹാബി വനിതകളുടെ പേര് പോലും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടില്ല. അള്ളാഹു റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവിയുടെ പേര് ഖുർആനിലില്ല. ആയിഷ ബീവിയുടെ പേര്, ഫാത്തിമ ബീവിയുടെ പേരൊന്നും ഖുർആനിലില്ല. പക്ഷെ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഒരൊറ്റ വനിത, വഇന്നീ സമ്മൈതുഹാ മറിയം, വഇന്നീ സമ്മൈതുഹാ മറിയം. മറിയം ഒരു അധ്യായം തന്നെ അള്ളാഹു ഇറക്കി. ഹന്നാ ബീവിയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ പേര് മറിയം എന്നിട്ട്. മറിയം ബീവിയെ ബൈത്തുൽ മഖ്ദസിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇത് നമ്മൾ പഠിക്കണം. കാരണം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തി അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തുറന്നു പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ദഅവത്ത് നടത്തുന്നത് മുസ്ലിമീങ്ങളല്ല, ക്രൈസ്തവരാണ്. ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങോടുകൂടി, ഏറ്റവും കൂടുതൽ വിപുലമായിട്ട് ലോകത്ത് ദഅവത്ത് നടത്തുന്നത് ക്രൈസ്തവരാണ്. അവരുടെ സംസാരങ്ങളും അത്രത്തോളം അട്രാക്ഷനാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിക്കാനുള്ള സാധ്യത ഏറെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി ആരാണെന്ന് കൃത്യമായി പഠിച്ച് നമ്മുടെ കുടുംബത്തിനെങ്കിലും പറഞ്ഞുകൊടുത്ത്, നമ്മുടെ അയൽവാസികൾക്ക്, പ്രദേശവാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. ആരാണ് ഈസാ നബി? ഒരു കാരണവശാലും ക്രിസ്തുമസോ അതുമായി അനുബന്ധമായിട്ടുള്ള ഒരു പരിപാടികളിലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ബന്ധപ്പെടാൻ നമുക്ക് ഒരു അവകാശമില്ല, വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ മറിയം എന്ന കുട്ടിക്ക് പേരിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഈ സമയത്ത് ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? കുട്ടിയുടെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? ഒരു പെൺകുഞ്ഞാണല്ലോ, ആണായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലകർക്കിടയിൽ ഒരു തർക്കമുണ്ടായി. മറിയമിനെ ആരേറ്റെടുക്കും? തർക്കമുണ്ടായപ്പോ വിശുദ്ധ ഖുർആൻ അല്ലാഹു അതും പറയുന്നുണ്ട്. ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് മസ്ജിദിന്റെ പരിപാലകർ ഒരു നറുക്കിടുകയാണ്. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ وَمَا كُنْتَ لَدَيْهِمْ إِذْ يُلْقُونَ أَقْلَامَهُمْ أَيُّهُمْ يَكْفُلُ മറിയം. മറിയമിനെ ആരേറ്റെടുക്കണം എന്ന വിഷയത്തിൽ ജോർദാൻ നദിയുടെ തീരത്ത് വന്ന് അവരൊരു നറുക്കിടുകയാണ്. നറുക്കെന്താണെന്ന് അറിയാമോ? എഴുതാൻ ഉപയോഗിക്കുന്ന പേന. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് അല്ലാഹു പറയുന്നു, യുൽഖൂന അഖ്ലാമഹും, അവരുടെ പേനകൾ അവരിടുകയാണ്. എഴുതാൻ ഉപയോഗിക്കുന്ന പേന ആ നദിയിലേക്കിടും. ആരുടെ പേനയാണോ മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്നത്, അവരായിരിക്കും മറിയമിനെ ഏറ്റെടുക്കുക. നറുക്കിട്ടു. 1-ാം പ്രാവശ്യവും 2-ാം പ്രാവശ്യവും 3-ാം പ്രാവശ്യവും എല്ലാം നറുക്ക് വീണത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അങ്ങനെ മറിയമിനെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കുകയാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിനെ ഏറ്റെടുത്തു. മറിയം വളർന്നു വന്നത് ബൈത്തുൽ മഖ്ദസിലാണ്, ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല മഹിളാരത്നമായിട്ട് നല്ലൊരു വനിതയായിട്ട് നമ്മുടെ മക്കൾക്കെല്ലാം മറിയം ബീവി മാതൃകയാണ്. ഏറ്റവും നല്ല ഉത്കൃഷ്ട വനിതയായിട്ട് മറിയം ബീവി ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽനോട്ടത്തിൽ വളർന്നു വന്നു. അള്ളാഹുവുമായിട്ട് വലിയ ബന്ധം. ഒരു പുരുഷന്റെ സ്പർശനമേറ്റില്ല, ഒരു പുരുഷന്റെ നോട്ടത്തിന് പോലും വഴങ്ങാതെ തന്റെ പൂർണ്ണമായി ശരീരത്തെയും ജീവിതത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് മറിയം കഴിഞ്ഞുകൂടി. സക്കരിയ നബി പറയുന്നുണ്ട്, മറിയമിന് അള്ളാഹു എത്രത്തോളം അള്ളാഹുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാല്, ഇടയ്ക്കിടയ്ക്ക് മറിയമിനെ നോക്കാനായിട്ട് മറിയമിന്റെ ആരാധനാ സ്ഥലത്തേക്ക് ഞാൻ പോകും.
സക്കരിയ നബി പറയുകയാ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. മറിയമിനെ നോക്കാൻ വേണ്ടി മറിയമിന്റെ ആരാധന സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോ ആ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം ഫലവർഗ്ഗങ്ങൾ ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാ. ആ നാട്ടിൽ കണ്ടിട്ടേയില്ല പല രീതിയിലുള്ള വ്യത്യസ്ത പഴങ്ങൾ മറിയമിന്റെ ടേബിളിൽ ഇരിക്കുകയാ. സക്കരിയ നബി ചോദിച്ചു, മറിയമ്മ എവിടെ നിന്നാ ഇത്? ഖാലത് അന്നാ ലകി ഹാദാ. എവിടെ നിന്ന മറിയമ്മ ഈ പഴങ്ങൾ? മറിയം പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. ഈ പഴങ്ങൾ എന്റെ റബ്ബ് എനിക്ക് നേരിട്ട് ഇറക്കി തന്നതാണ്. അത്രത്തോളം റബ്ബുമായി ബന്ധമുള്ള ഒരു വനിതയായിരുന്നു മറിയം ബീവി. മറിയം ബീവി അങ്ങനെ കഴിഞ്ഞു പോകുകയും മുന്നോട്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മറിയം ബീവിയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയാണ്. വരുന്നത് മനുഷ്യരൂപത്തിലാണ്. മനുഷ്യരൂപത്തിൽ മാലാഖയായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മറിയം ബീവി ഭയന്നുപോയി. ആരാ നീ? പുറത്തേക്ക് പോ. ഇന്നേ ഒരു പുരുഷനെയും ഞാൻ കണ്ട്, പുരുഷൻ എന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും ഞാൻ നമ്മൾ തനിച്ചൊരു റൂമിലായിട്ടില്ല, പുറത്തേക്ക് പോ. ജിബ്രീൽ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ പ്രധാനപ്പെട്ട മലക്കായ ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതിക്കൊടുത്ത ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുബശ്ശിറുക യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം. ഒരു സന്തോഷ വാർത്ത ആയിട്ടാണ് മലക്കായ ജിബ്രീൽ മറിയമിന്റെ അടുക്കൽ എത്തിയിട്ടുള്ളത്. എന്താ സന്തോഷ വാർത്ത? മറിയമേ, ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ജിബ്രീലാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്താണ് സന്തോഷ വാർത്ത എന്നറിയാമോ? നിനക്കൊരു കുട്ടിയെ നൽകുവാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ പേരും അള്ളാഹു നേരിട്ടിട്ട പേര് മസീഹു ഈസ ഇബ്നു മറിയം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിന്റെ വയറ്റിലേക്ക് ആകുന്നത്. മറിയം ബീവിയാണ് ജന്മം കൊടുക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു മാതാവിനോട് പേര് ചേർത്ത് പറഞ്ഞ ഒരു ഒറ്റ വ്യക്തി ഈസ ഇബ്നു മറിയം എന്ന. സാധാരണ പിതാവിന്റെ നേർക്കാണല്ലോ പേര് ചേർത്ത് പറയുന്നത്, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ ഹൈദർ, ഈ രീതിയിൽ. പക്ഷെ ഒരു മാതാവിലേക്ക് പേര് ചേർത്ത് പറഞ്ഞ ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറിയമിലേക്ക് ഊതുകയും മറിയമിന്റെ ശരീരത്തിലേക്ക് ഊതുകയും മറിയം ഗർഭിണിയാകുകയും. മറിയം ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഗർഭിണിയാകാൻ? ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല. വലം ആക്കു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല, ഞാൻ എങ്ങനെ ഗർഭിണിയാകും? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒന്നും പറയണ്ട, റബ്ബൊരു കാര്യം തീരുമാനിക്കാൻ റബ്ബ് തയ്യാറെടുത്താൽ കുൻ ഫയകൂൻ. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ആണും പെണ്ണും തമ്മിൽ ചേരണമെന്നൊന്നും റബ്ബിനില്ല. റബ്ബ് ഒരാളെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചാൽ അത് അല്ലാഹു അങ്ങ് സൃഷ്ടിച്ചു. കുൻ ആകാൻ പറയും, ഫയകൂൻ, അത് അപ്പോഴുണ്ടാകും. അങ്ങനെ മറിയം ബീവി ഗർഭിണിയായ വിവരം നാട് മൊത്തത്തിൽ അറിഞ്ഞു. വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അപവാദ പ്രചരണങ്ങൾ. മറിയം ബീവി ദുർനടപ്പുകാരിയാണെന്ന് പറഞ്ഞു. മറിയം ബീവിയെ ആക്ഷേപിച്ചു, അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. വല്ലാത്ത അവസ്ഥയിലും ദുഃഖത്തിലും വിഷമത്തിലും കഴിഞ്ഞുകൂടി മറിയം ബീവിയുടെ പ്രാർത്ഥന പറയുന്നുണ്ട്, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ. എനിക്ക് സങ്കടം സഹിക്കവയ്യ പടച്ചവനെ, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ. സൂറത്ത് മറിയമിലായത്ത, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യനാഥ. അപവാദ പ്രചരണങ്ങൾ ഈ നാട്ടിൽ മൊത്തത്തിൽ പറഞ്ഞു. ഞാൻ ദുർനടപ്പുകാരിയാണെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ, ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് മറിയം ബീവി പറയുന്നു. ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഫകുന്തു നസിയം മൻസിയാ, ഞാനങ്ങ് വിസ്മരിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ. സഹിക്കുന്നില്ല പടച്ചവനെ, എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ. ജിബ്രീൽ വന്ന് ഓതിയതും ഞാൻ ഗർഭിണിയായതും നിനക്കും ജിബ്രീലിനും എനിക്കുമല്ലേ അറിയുകയുള്ളൂ, ലോകക്കാർക്ക് അറിയില്ലല്ലോ പടച്ചവനെ എന്ന് മറിയം ബീവി പറയുകയാ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സൂറത്ത് മറിയമിൽ വിശദമായി അല്ലാഹു പറയുന്നുണ്ട്. അവസാനം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറിയം ബീബി ജന്മം കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറിയം ബീബി ജന്മം കൊടുത്തു. അപ്പോഴും ശത്രുക്കൾ, പ്രത്യേകിച്ച് ജൂതന്മാർ, ഇന്നത്തെ ഫലസ്തീനെയും ബൈത്തുൽ മഖ്ദസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാർ മറിയം ബീവിയെ വെറുതെ വിട്ടില്ല. പ്രസവിച്ച് കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുകയാ. മറിയം ബീവിയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു,
നീ ഒരു ദുർനടപ്പുകാരിയായല്ലോ മറിയമേ. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. നിന്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരിയായിരുന്നില്ലല്ലോ, നിന്റെ പിതാവും ഒരു ദുർനടപ്പുകാരിയായിരുന്നില്ലല്ലോ, നിനക്ക് എന്ത് പറ്റി? നീ വഴി പിഴച്ചു പോയതിന്റെ കാരണം എന്താണ് മറിയമേ എന്ന് ആളുകൾ ചോദിച്ചു. മറിയം ബീവിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഫഅശാറത്ത് ഇലൈഹി, ഖുർആൻ പറയുന്നുണ്ട്, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് മറിയം കൈ ചൂണ്ടിക്കാണിച്ചു. ഫഅശാറത്ത് ഇലൈഹി, തൊട്ടിലിൽ ഈസാ നബി കിടക്കുകയാ. മറിയം ബീവി പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, ഇത് അങ്ങോട്ട് ചോദിച്ചോ. അവര് പറഞ്ഞു, കാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാ? ആവശ്യമില്ലാത്തതെല്ലാം കാണിച്ചു വെച്ചിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ നേർക്ക് കൈകൊണ്ട് കാണിച്ചാൽ മതിയോ? പരിഹാരമാകുമോ? ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ അത്ഭുതം, ഈസാ നബിയുടെ അമാനുഷികത, ഈസാ നബി തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുകയാണ്. എന്താ സംസാരിച്ചതെന്ന് അറിയാമോ? ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഏ സമൂഹമേ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. തൊട്ടിലിൽ കിടന്ന് ഈസാ നബി സംസാരിക്കുകയാ. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദാസനാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയാ, അള്ളാഹുവിന്റെ റസൂലായിട്ട്, പ്രവാചകനായിട്ട് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാനെന്ന് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിക്കണം. ഈസാ നബി ദൈവമാണ്, ഈസാ നബി ദൈവപുത്രനാണ് പറഞ്ഞ് പ്രചരിപ്പിച്ച് ലോകം മൊത്തത്തിൽ അവരുടെ പ്രബോധനം നടന്നിരിക്കെ നമുക്ക് ഈസാ നബിയെ കുറിച്ച് എന്തറിയാം? ക്രിസ്തുമസ് ആഘോഷിക്കും, വീടിന്റെ മുന്നിൽ സ്റ്റാർ കെട്ടിത്തൂക്കും, മക്കൾക്ക് കേക്ക് മുറിച്ചു കൊടുക്കും. മനസ്സിലാക്കിക്ക്, വിശുദ്ധ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഏതെങ്കിലും പ്രവർത്തനം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈസാ നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വരികയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 500 വർഷത്തിന് മുമ്പുള്ള പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബിക്ക് ശേഷം 500 വർഷത്തിന് ശേഷമാണ് ആര് പ്രബോധനത്തിന് വരുന്നത്? ലോകത്ത് ജനിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് അമാനുഷികത, പിതാവില്ലാതെ ജനിച്ചു, തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു. കേട്ടിട്ടില്ല മസീഹു ഈസ ഇബ്നു മറിയം? ക്രിസ്ത്യൻസ് മിശിഹ എന്ന് പറയാറുണ്ട്. മസീഹ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം മസീഹു ഈസ ഇബ്നു മറിയം. മസീഹ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് അർത്ഥങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. മസീഹ് എന്ന പദത്തിന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ആരോഗ്യ വിദഗ്ധനായിരുന്നു. മെഡിക്കൽ രംഗത്ത് ഏറ്റവും നിപുണനായ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ കഴിവ് അല്ലാഹു കൊടുത്തു. ഇന്നത്തെ നിപുണരായിട്ടുള്ള ഡോക്ടർമാരെ പോലെ ഈസാ നബിക്ക് അല്ലാഹു കഴിവ് കൊടുത്തു. കാഴ്ചയില്ലാത്ത ആളുകളുടെ ശരീരത്തേക്കൊന്ന് തടകുമ്പോൾ, മസീഹിന്റെ അർത്ഥം തടകുക എന്ന, തടകുന്ന ആൾ തടകുമ്പോ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. കുഷ്ഠരോഗികളുടെ ദേഹത്തേക്കൊന്ന് തടകുമ്പോ, വെള്ളപ്പാണ്ടുള്ള ആളുകളുടെ ശരീരത്തേക്കൊന്ന് തടകുമ്പോ അദ്ദേഹം സുഖം പ്രാപിക്കുന്ന ഏറ്റവും നല്ല ആരോഗ്യ രംഗത്തെ, മെഡിക്കൽ രംഗത്തെ വിദഗ്ധനായിട്ട് ഈസാ നബി അല്ലാഹു മാറ്റി എന്നുള്ളതാണ്. 30ാമത്തെ വയസ്സിലാണ് ഈസാ നബിക്ക് പ്രവാചകത്വം കിട്ടുന്നത്. എത്രാമത്തെ വയസ്സിലാണ്? 30ാമത്തെ വയസ്സിലാണ് ഈസാ നബിക്ക് പ്രവാചകത്വം കിട്ടുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, 3 കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ജനങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. 1 പ്രവാചകനായിട്ട്, 2 എനിക്ക് മുമ്പുള്ള മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയ ഗ്രന്ഥമുണ്ട് തൗറാത്ത്. തൗറാത്ത് എന്ന ഗ്രന്ഥം മൂസാ നബിക്ക് കിട്ടിയതാണ്. ഇഞ്ചീൽ എന്ന ഗ്രന്ഥം ഈസാ നബിക്ക് കിട്ടിയതാണ്. ഈ തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഒക്കെ വാസ്തവീകരിക്കാൻ, അത് സത്യസന്ധമാണെന്ന് പ്രചരിപ്പിക്കാൻ വന്നൊരു പ്രവാചകനാണ് ഞാൻ. ഒപ്പം തന്നെ 3ാമത്തൊരു ദൗത്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നൊരു പ്രവാചകൻ ഞങ്ങൾക്ക് ശേഷം അവസാനം വരാനുണ്ട് എന്ന സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തി മറ്റ് പ്രവാചകന്മാരെ പോലെ. ഈ സമയത്ത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ വെച്ച് ടേണിംഗ് പോയിന്റ് ആകുകയാണ്. ജനങ്ങൾ 3ആയി തരം തിരിയുന്നു. ഈസാ നബിയുടെ വിഷയത്തിൽ 3 വിശ്വാസങ്ങൾ ഇവിടെ വെച്ചാണ് രൂപപ്പെടുന്നത്. 1 ജൂതന്മാരുടെ വിശ്വാസം, 2 ക്രൈസ്തവരുടെ വിശ്വാസം, 3 വിശ്വാസികളാകുന്ന നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളാകുന്ന നമ്മുടെ വിശ്വാസം. ഇവിടെ വെച്ചാണ് തരം തിരിക്കുന്നത്. ജൂതന്മാരുടെ വിശ്വാസം എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴിപിഴച്ചവനാണ്, ജാരസന്തതിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നെന്നും
ക്രൂശിൽ തറച്ചിട്ടുണ്ടെന്നും വാദം പ്രചരിപ്പിക്കുന്ന ജൂതന്മാരാണ്. എന്നാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുരിശിൽ തറച്ചിരിക്കുന്നു. 3-ാം ദിവസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഥവാ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ ഈസ്റ്ററും ദുഃഖവെള്ളിയും ഒക്കെ ഇന്നും കൊണ്ടാടുന്നു അല്ലേ? അവരുടെ വിശ്വാസം അതാ. നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ വിശ്വാസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് അമാനുഷികത അള്ളാഹു കൊടുത്തില്ലേ? അതുപോലെ തന്നെ ഈസാ നബിക്കും കുറെ അമാനുഷികതകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദൈവമല്ല, ദൈവപുത്രനുമല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്. അല്ലാഹു ആരുടെയും മകനല്ല, മകളല്ല. അല്ലാഹു ആർക്കും ജന്മം കൊടുത്തിട്ടുമില്ല, ദൈവമല്ല, ദൈവപുത്രനുമല്ല. ഈ വിശ്വാസമാണ് മുസ്ലിമീങ്ങളുടേത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, കർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു കണ്ണടയ്ക്കും. നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കരട് വീണിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പാക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ സമക്ഷത്തിൽ നമുക്ക് എത്താൻ സാധിക്കണം. ഒരു കരടും അതിൽ വരാൻ പാടില്ല. അങ്ങനെ ജനങ്ങൾ 3ആയി തരംതിരിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നിസായിൽ അല്ലാഹു പറയുന്നുണ്ട്, ഈ ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് ജൂതന്മാരുടെ വാദം ഈസാ നബിയെ കൊന്നു എന്നല്ലേ? വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ, ഈസയെ ഞങ്ങൾ കൊന്നു എന്ന് വാദിക്കുന്നവർ നശിച്ചു പോകട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാ, വമാ ഖതലൂഹു, ഈസയെ അവർ കൊന്നിട്ടില്ല. വമാ സലബൂഹു, ഈസയെ അവർ ക്രൂശിച്ചിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, ഈസാ നബി അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈസാ നബി അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തി. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, ഒരു വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ഈസാ നബി ജൂതന്മാർ ക്രൂശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. പല തഫ്സീറുകളിലും ഈ വിശദീകരണം കാണാം. ഒരു വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജൂതന്മാർക്കൊന്നും ചെയ്യാൻ പാടില്ല. ശനിയാഴ്ച ദിവസം ഫ്രീ ദിവസമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂശിൽ തറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അന്നത്തെ വ്യവസ്ഥ, ആരെയാണ് ക്രൂശിൽ തറയ്ക്കുന്നത് അദ്ദേഹമായിരിക്കണം കുരിശ് ചുമന്നു കൊണ്ടുപോകേണ്ടത്. ആരെയാണ് ക്രൂശിൽ തറയ്ക്കേണ്ടത്, കുരിശ് ചുമക്കേണ്ടത് അദ്ദേഹമായിരിക്കണം. ഈ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷീണിതനാണ്. നമ്മുടെ IMCTയുടെ പിരിവ് എല്ലാ സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി തരുമാറാകട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷീണിതനാണ്. ഈ സമയത്ത് മറ്റൊരു വ്യക്തി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈസാ നബിയെ കുരിശിൽ തറയ്ക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ മറ്റൊരു വ്യക്തി കുരിശ് മാറിപ്പിടിച്ചു. അങ്ങനെ ആ വ്യക്തിയെ കൊണ്ടുപോയപ്പോൾ ആരാച്ചാര്യ കരുതിയത് കുരിശ് പിടിച്ച വ്യക്തിയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് കെട്ടുകഥയല്ല. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൻ നിസാഇന്റെ വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ എന്ന ആയത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ തരികയാണ്. പണ്ഡിതന്മാർ പറയുക, കുരിശ് മാറിപ്പിടിച്ച വ്യക്തി ആരാച്ചാര്യ കരുതി ഈസാ നബി അദ്ദേഹമാണ്, അദ്ദേഹത്തെ പിടിച്ച് ക്രൂശിൽ തറച്ചു. ഈ സമയത്ത് അല്ലാഹു പറയുക, ഈസയെ അവർ കൊന്നിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു, ഈസയെ അവർ ക്രൂശിൽ തറച്ചിട്ടുമില്ല, കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ റഫഅഹു അല്ലാഹു ഇലൈഹി, ഈസയെ ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഇന്ന് മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫയില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു. തൊട്ടടുത്ത് ഉമർ ബിൻ ഖത്താബ് അന്ത്യവിശ്രമം കൊള്ളുന്നു. തൊട്ടടുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഒരു മഖ്ബറ കൂടി കാലിയായി ഇവിടെ കിടപ്പുണ്ട്. ഈസ ഇബ്നു മറിയം അന്ത്യനാളിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മറിയമിന്റെ പുത്രൻ ഈസ ആകാശത്ത് നിന്ന് ദമസ്കസിലെ പള്ളിയുടെ മിനാരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇറങ്ങി വരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഈസാ നബി ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലഘട്ടം എത്തുമ്പോൾ ഒരുപാട് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടും, പല യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നത് ഇമാം മഹദി ആയിരിക്കും. ഇമാം മഹദി അലൈഹിസ്സലാത്തു ഇമാം മഹദി വന്ന് പല യുദ്ധങ്ങൾ നടത്തി ശുദ്ധികലശം ചെയ്യും. മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യും, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് മൊത്തത്തിൽ ലോകം മൊത്തം വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിലാകും. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുക. ഗനീമത്ത് സ്വത്തുക്കൾ ഇത് യഖ്സിമൂനൽ ഗനായിം, ഗനീമത്ത് സ്വത്തുക്കൾ വീതം വെക്കുന്നു. അത് അല്ലഖു സുയൂഫഹും ബിസൈത്തൂൻ, സൈത്തൂൻ വൃക്ഷത്തിന്റെ മുകളിൽ അവരുടെ വാളുകളൊക്കെ തൂക്കിയിട്ടിട്ട് ഇമാം മഹദിയും സംഘവും വിശ്രമിക്കുന്ന സമയത്ത് പിശാച് വിളിച്ചു പറയും, വിശ്രമിക്കാനായിട്ടില്ല. ഇന്നൽ മസീഹ ഖദ് ഖലഫകും ഫീ അഹ്ലീകും,
ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇന്നൽ മസീഹു ദജ്ജാൽ പുറപ്പെട്ടിരിക്കുന്നു. ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവൽ തേടിയിട്ടുണ്ട്. മസീഹു ദജ്ജാൽ പുറപ്പെട്ടിരിക്കുക, വിശ്രമിക്കാൻ സമയമില്ല. വിശ്വാസികളെല്ലാം എഴുന്നേറ്റ് ഓടാൻ പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിശാച് പറഞ്ഞിരിക്കുന്നത് കള്ളമാണ്, വദാലിക ബാത്തിലും, മസീഹു ദജ്ജാൽ പുറപ്പെട്ടിട്ടില്ല. എന്നാൽ നബി തങ്ങൾ പറയുന്നു, ആ മുസ്ലിമീങ്ങൾ ഷാമിന്റെ ഭാഗത്തെത്തുമ്പോൾ മസീഹു ദജ്ജാൽ ഒറിജിനലായിട്ട് പുറപ്പെട്ടിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹു ദജ്ജാൽ ദൈവമാണെന്ന് വാദിക്കും, ആളുകളെ തടവും, അവരെ അമുസ്ലിമീങ്ങളാക്കും. അല്ലാഹു റസൂൽ 5 വഖത്തിനും വമിൻ ഫിത്നത്തിൽ മഹിയ വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് അല്ലാഹു റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദജ്ജാലുമായിട്ടുള്ള പോരാട്ടത്തിന് ഇമാം മഹദിയും സംഘവും കൊണ്ട് കൂപ്പുകൂട്ടുകയാ. അണിയണിയായി നിൽക്കുന്ന സമയത്ത് ഇത് ബൈത്തുൽ മഖ്ദസിന്റെ സുബ്ഹി ബാങ്കിന്റെ ഇഖാമത്തിന് സമയം കൊടുക്കുന്ന സമയമായി. ഇഖാമത്ത് കൊടുക്കപ്പെടുമ്പോ ഈസ ഇബ്നു മറിയം വാനലോകത്ത് നിന്ന് മുഴുവൻ അധിക മലക്കുകളുടെയും ഉടമ്പടിയോടുകൂടി മസ്ജിദുൽ അഖ്സയുടെ മിനാരങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മറിയമിന്റെ പുത്രൻ ഈസ ഇറങ്ങി വരും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് ഫഅമ്മഹും അവർക്ക് ഇമാമത്ത് നിൽക്കും. പുറകിൽ നിൽക്കുന്നത് ഇമാം മഹദിയാണ്, വിശ്വാസികളാണ്. ഇമാമത്ത് നിന്നിട്ട് ദജ്ജാല് മസീഹ് ദജ്ജാൽ ഈസാ നബിയെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വെള്ളത്തിൽ ഉപ്പലിയുന്നത് പോലെ അലിഞ്ഞു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം സഹീഹായിട്ടുള്ള ഹദീസുകളാണ്. മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട് കൂട്ടത്തിൽ. ഉപ്പലിയുന്നത് പോലെ അലിഞ്ഞു പോകും. പക്ഷെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെറുതെ വിടൂല. തന്റെ കയ്യിലിരിക്കുന്ന വാളുകൊണ്ട്, തന്റെ കൈകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസീഹ് ദജ്ജാലിനെ വകവരുത്തും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം 40 വർഷം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭരിക്കും. ഏറ്റവും സമാധാനം, സന്തോഷം കളിയാടുന്ന ജീവിതമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വല്ലാഹി ലയൻസിലന്ന ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ ആകാശത്ത് നിന്ന് ഇറങ്ങി വരാതെ ലോകം അവസാനിക്കില്ല. ഇറങ്ങി വന്നുകൊണ്ട് സലീബ, കുരിശുകളെല്ലാം തച്ചുടയ്ക്കും. വലയഖ്തുലന്നൽ ഖിൻസീറ, പന്നികളെയെല്ലാം കൊന്നൊടുക്കും. വലയമഅന്നൽ ജിസിയ, ചുങ്കങ്ങളെല്ലാം നിർത്തലാക്കും. സന്തോഷം കളിയാടും. വലയദ്ഹബന്ന ശഅനാഹു വൽതഹാസുദു വത്തബാഹും, അസൂയയും വിദ്വേഷവും പകയും എല്ലാം മാറി മറഞ്ഞ് സന്തോഷം കളിയാടുന്ന രീതി എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സിംഹക്കൂട്ടങ്ങൾ, റസൂൽ പറയുക, സിംഹക്കൂട്ടങ്ങൾ ഒട്ടകങ്ങളോടൊപ്പം ഒരുമിച്ച് മേയും. സിംഹങ്ങൾ ഒട്ടകത്തെ ഉപദ്രവിക്കില്ല. പുള്ളിപ്പുലികളും ചീറ്റപ്പുലികളും പശുക്കളോടൊപ്പം മേയും, അവർ പശുക്കളെ ഉപദ്രവിക്കില്ല. അതുപോലെ ചെന്നായ്ക്കൾ ആടുകളോടൊപ്പം മേയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കില്ല. കുട്ടികൾ പാമ്പുകളോടൊപ്പം കളിക്കും. ആ പാമ്പുകൾ കുട്ടികളെ ഉപദ്രവിക്കാത്തൊരു കാലഘട്ടം വിശുദ്ധ ഇസ്ലാമിന്റെ കുടക്കീഴിൽ ലോകം വന്നിട്ടേ ലോകം അവസാനിക്കുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊക്കെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് നമ്മൾ പഠിക്കുന്ന നമ്മുടെ വിശ്വാസമാണ്. ചുരുക്കി സംഭവം പറഞ്ഞതാ ഞാൻ. ഇമ്രാനിന്റെ മകളായിട്ടുള്ള മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായിട്ടുള്ള ഈസ, ബഹുമാനപ്പെട്ട ഇമ്രാൻ എന്ന വ്യക്തിയുടെ കൊച്ചുമകനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ തുടക്കം മുതൽ അവസാനം വരെയുള്ള ചരിത്രം നമ്മൾ പഠിച്ച് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതര സമൂഹത്തിന്റെ തെറ്റായ വിശ്വാസത്തിന്റെ പിടിയിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും പെട്ടുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളിൽ ശരിയായിട്ടുള്ള വിശ്വാസം നമ്മുടെ മക്കൾക്ക് ആരാണ് ഈസാ നബി? മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, സമയം തീരാറ്. മറ്റൊരു കാര്യം പറയട്ടെ, ഒരു കാരണവശാലും വിശുദ്ധ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒരു വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ കേക്ക് മുറിക്കാൻ നിൽക്കണ്ട. എന്തിനാ നമ്മൾ കേക്ക് മുറിക്കുന്നത്? അല്ലാത്ത സമയത്ത് കേക്ക് വാങ്ങിച്ചു കൊടുക്ക്. മക്കളും പേരമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒരുമിച്ച് കൂടി ക്രിസ്തുമസ് ആഘോഷിക്കുക, വീട്ടിൽ കേക്ക് മുറിച്ച്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മറ്റിതര വിശ്വാസി സമൂഹങ്ങളുടെ വിശ്വാസത്തെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്റെ സമൂഹത്തിൽപ്പെട്ടവനല്ല. അവർ സ്റ്റാർ തൂക്കട്ടെ, കേക്ക് മുറിക്കട്ടെ, ക്രിസ്തുമസിന്റെ ആശംസകൾ നേരട്ടെ. ആശംസ നേരം നമുക്ക് അനുവാദമില്ല. ചില ആളുകൾ, കച്ചവടക്കാരൊക്കെ ഫോട്ടോ ഒക്കെ ചെയ്ത് എഴുതിയിടും ഹാപ്പി ക്രിസ്തുമസ്. നമുക്ക് അനുവാദമില്ല.
നമുക്ക് രണ്ട് പെരുന്നാളുകൾക്ക് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും അല്ലാഹു തന്നിട്ടുണ്ട്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. വിശുദ്ധ ഇസ്ലാമിൽ സന്തോഷത്തിനുള്ള എല്ലാ വകയുമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം സ്വർഗ്ഗത്തില. അതിനപ്പുറം ഇതര മതസ്ഥരുടെ പ്രവർത്തനങ്ങളെ നമ്മുടെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പ്രിയമുള്ള സഹോദരൻ ഒരു കാരണവശാലും ചില പണ്ഡിതന്മാര് പറയുന്നത് സ്റ്റാറുകളുടെ കച്ചവടം പോലും നടത്താൻ പാടില്ലെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുക. അതിനപ്പുറം ഇല്ലല്ലോ. ചില പണ്ഡിതന്മാര് പറയുന്നത് സ്റ്റാറിന്റെ കച്ചവടം പോലെ ഈ സമയത്ത് മറ്റേത് സമയത്ത് ഈ സമയത്ത് കച്ചവടം പോലെ, കാരണം നീയത്തിൽ കളങ്കം വരും, വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കും. ഒരു കാരണവശാലും നമ്മൾ അണുകീട വിശ്വാസികൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു പോകാൻ പാടില്ല. നമുക്ക് അല്ലാത്ത സന്തോഷങ്ങളൊക്കെ അല്ലാഹു തന്നിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് സ്റ്റാർ തൂക്കിയിടേണ്ട ആവശ്യമില്ല. എന്തിനാ നമ്മൾ തൂക്കിയിടുന്നത്? ആ സ്റ്റാറിൽ ലൈറ്റ് കത്തിച്ചിട്ടുള്ള സന്തോഷം നമ്മുടെ മക്കൾക്ക് വേണ്ടെന്ന് വെക്കണം. ഒരു പക്ഷേ നാളെ അവർ ക്രിസ്തുമസ് ആഘോഷിച്ചാൽ പ്രിയമുള്ള അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, ലൈസ മിന്നാ നമ്മിൽപ്പെട്ടവനല്ല, മൻ ഒരുവൻ തശബ്ബഹ ബിഗൈരിനാ നമ്മുടേതല്ലാത്ത ഇതര സമൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെ അവരുടെ പ്രവർത്തനമായി സ്വീകരിക്കുന്നവൻ. വിശ്വാസികൾ അവർ വിശുദ്ധ ഇസ്ലാമിന് പുറത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുക. ഒരൊറ്റ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. നബിതങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടം എത്തുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു കറുത്ത പ്രതലം പറഞ്ഞാൽ കറുത്ത തറ, കറുത്ത തറയിൽ ഒരു ചെറിയ കറുത്ത ഉറുമ്പ്, ആ റസൂലിന്റെ ഒരു തശ്ബീഹാണ്, ഒരു മനോഹരമായ വാക്ക. കറുത്ത പ്രതലത്തിൽ ഒരു കറുത്ത ചെറിയ ഉറുമ്പിന്റെ കറുത്ത കാലുകളില്ലേ, നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റൂല. ആ കറുത്ത കാലുകളേക്കാൾ ലോലമായിരിക്കും ശിർക്ക്. അത് ഒരു പക്ഷേ വിശ്വാസികളിലേക്കും വന്നു പോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയൂല, നമ്മുടെ വീടിന്റെ മുറ്റത്ത് ശിർക്ക് വരും, നമ്മുടെ വീടിന്റെ മുറ്റത്ത് കുഫർ വരും. എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ അറിയത്തുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ മക്കളും പെൺമക്കളും ആൺമക്കളും വിശുദ്ധ ഇസ്ലാമിന്റെ പുറത്തു പോയിട്ട് ഏതെങ്കിലും മതസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ഷഹാദത്ത് കലിമ പോലും അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന വാക്ക. പ്രിയമുള്ള സഹോദരങ്ങൾ, അവസാനം നല്ല നിലയിൽ മരിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം സംരക്ഷിക്കണം. അതിന് മതമൈത്രിയൊന്നുമില്ല. എന്ത് മതമൈത്രിയ? മതമൈത്രിയൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. യഥാർത്ഥത്തിൽ മതമൈത്രിയല്ല, മാനവമൈത്രിയ. മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇസ്ലാം, ഈ എന്തെല്ലാം സൗഹാർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ അപ്പുറത്തേക്ക് ഒരു അല്പം പോലും, ഒരു അണുകിട പോലും ഞാൻ ചലിക്കൂല, എന്നാലും എനിക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിക്കാൻ സാധിക്കൂ. അല്ലാഹു റസൂൽ അതല്ലേ പഠിപ്പിച്ചത്. പ്രിയമുള്ള സഹോദരൻ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിലോ കടകളിലോ സ്റ്റാർ തൂക്കാൻ പാടില്ല, കേക്ക് മുറിക്കാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞ് കേക്ക് മുറിച്ച് കഴിച്ചു. ഇതിന്റെ നീയത്തിൽ മക്കളും കൊച്ചുമക്കളും പേരമക്കളെല്ലാം ഒരുമിച്ച് കൂടി കേക്ക് മുറിച്ച് കഴിച്ചാൽ എങ്ങാനും ഇതിന്റെ നീയത്ത് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ വന്നാൽ അതിന് കാരണക്കാരൻ നിങ്ങളെ റബ്ബ് നിങ്ങളെ പിടിച്ചു നിർത്തും. ഒരു സംശയമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസത്തിന്റെ കാര്യമായതുകൊണ്ട് ഇത്ര കടുപ്പത്തിൽ പറഞ്ഞത്. അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവമാണെന്നുള്ള വാദമാണ് ക്രിസ്തുമസ്, അല്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനാണെന്നുള്ള വാദമാണ് ക്രിസ്തുമസ് ആഘോഷത്തിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ വിശ്വാസം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഈസാ, മറിയമിന്റെ പുത്രനാണ് ഈസാ. ആഖിറത്തിൽ അവസാന കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന പ്രവാചകനാണ് ഈസ എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. അല്ലാഹു അത് സംരക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തിൽ വന്നു ചേരുന്ന മുഴുവൻ വൈകല്യങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച പറയേണ്ട വിഷയമായത് ക്രിസ്തുമസിനോട് അടുത്ത ആഴ്ച പറയേണ്ട വിഷയം. അടുത്ത ആഴ്ച അല്ലാഹു നമുക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അനുഗ്രഹീതമായ റജബ് മാസം തുടങ്ങുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമായിട്ട് കൂടുതൽ അടുക്കേണ്ടുന്ന ദിനരാത്രങ്ങൾ വന്നുകൂടുകയാണ്. അല്ലാഹു നമുക്കെല്ലാം അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ദുആ വസിയത്തുകളുള്ളത്. അപകടത്തിൽ മരണപ്പെട്ട വിഴിഞ്ഞം അബ്ദുൽ അസീസ് സാഹിബിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ സഹോദരൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടൊപ്പം സ്വർഗത്തിൽ ഉല്ലസിക്കുവാൻ, സന്തോഷദായകമായ ജീവിതം നയിക്കുവാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ പുതുതായി തുടങ്ങിയ കച്ചവടത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചവട സംബന്ധമായ നിലവിൽ വന്നിട്ടുള്ള പ്രപ്പോസൽ ഹൈറാകുന്നതിനും വിജയകരമാകുന്നതിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ വിജയത്തിൽ എത്തിക്കുമാറാകട്ടെ. ഐശ്വര്യവും ബറക്കത്തും നിഅമത്തും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, വിഷമങ്ങൾ എല്ലാം അല്ലാഹു മാറ്റി സന്തോഷകരമായിട്ടുള്ള എല്ലാ നിലയിലും സന്തോഷകരമായിട്ടുള്ള ജീവിതം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ
ഇന്നലെ നമ്മൾ കളക്ഷൻ എടുത്തിരുന്ന, ഇന്നലെ മഗ്‌രിബിന്റെ സമയത്ത് നമ്മൾ ഫിദ ഫാത്തിമ എന്ന പൊന്നുമോൾക്ക് വേണ്ടി കളക്ഷൻ എടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മസ്ജിദിൽ നിന്ന് ഏകദേശം 30,971 രൂപ പിരിഞ്ഞു കിട്ടി. അൽഹംദുലില്ലാഹ് ഇവിടെ ഏൽപ്പിച്ചിട്ട് അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കുന്ന വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുവാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആ പൊന്നുമോൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ഫിദ ഫാത്തിമയ്ക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആജിലായ താമായ മുസ്തമിറായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കിഡ്നി സംബന്ധമായ രോഗത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റു മുഴുവൻ വിഷമസ്ഥിതികളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹാജത്തിനെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കട്ടെ. ഏറ്റവും പെട്ടെന്ന് തന്നെ താമസയോഗ്യമായിട്ടുള്ള ഒരു വീട് അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ മണക്കാട് അൽഫിത്രയിൽ പഠിക്കുന്ന, അൽഫിത്ര സ്കൂളിൽ പഠിക്കുന്ന ഐസൽ ഫാത്തിമ എന്ന 5 വയസ്സുള്ള ഒരു മോള് സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഓട്ടോയിൽ നിന്ന് തല പുറത്തേക്കിട്ടപ്പോ മറ്റൊരു വാഹനം വന്നിടിച്ച് ഇപ്പൊ വെന്റിലേറ്ററിലാണ്. അള്ളാഹു ആ മോക്ക് പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, ഷിഫാവ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേക കുദറത്ത് കൊണ്ട്, കഴിവുകൊണ്ട് ആ പൊന്നുമോൾക്ക് പടച്ചവനെ നീ പൂർണ്ണമായ ഷിഫാവ് കൊടുക്കണേ അള്ളാഹുവെ. പൂർണ്ണമായ ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ആജിലായ താമായ മുസ്തമിറായ ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ മസ്ജിദില് അൽഹംദുലില്ലാഹ് പുതുതായിട്ടൊരു ഹദീസിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പീഠത്തിൽ നിന്ന് പറയാൻ സാധിച്ചില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് കാര്യമായി സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചയും ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ്. ഇന്നലെ അൽഹംദുലില്ലാഹ് തൗബയുടെ മജ്‌ലിസ് ആയിരുന്നു. കുറെ ആളുകൾ ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ഒരു സദസ്സായിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പങ്കുകൊള്ളിൻ ആളുകളെ ഇൻഷാ അല്ലാഹ് പ്രേരിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. എവിടെയും കച്ചവടമോ കാര്യമോ ഒന്നും ഇല്ലാതെ വിഷമത്തിനും പ്രതിസന്ധിയിലൊക്കെയാ. അള്ളാഹുവിലേക്ക് അടുക്കാതെ ഒരു മാർഗവും നമുക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ അടുക്കാനുള്ള വിവിധ പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യണം, പദ്ധതികൾ തയ്യാറാക്കണം. കാര്യമായി ദുആ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സഹായിക്കും. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ കരീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.